ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആനന്ദിനി ദേവിദാസി. നമ്മളിന്ന് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 6 ശ്ലോകം 17 വായിക്കുന്നത്. എല്ലാവരും കേൾക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं. वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च. हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्त नमोऽस्तुते. तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭഗവത്ഗീത ശ്ലോകം വായിക്കാം. അതിന് ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്ന വ്യാഖ്യാനവും വിവർത്തനവും കൂടിയാണ് നമ്മൾ വായിക്കുന്നത്. എല്ലാവരും കേൾക്കുക. ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 17. യുക്താഹാരവിഹാരസ്യ യുക്തചേതസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്ത റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ യുക്തം നിയന്ത്രിതമായിട്ടുള്ളത്. ആഹാര ഈറ്റിംഗ്, ആഹാര എന്ന് വെച്ചാൽ ആഹാരം. വിഹാരസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്രിയേഷൻ. യുക്ത റെഗുലേറ്റഡ് നിയന്ത്രിതമായിട്ടുള്ളത്. വിഹാരസ്യ റിക്രിയേഷൻ ആയ വിഹരിക്കുക, വിഹാരം. ചേതസ്യ ഓഫ് വൺ ഹു വർക്ക്സ് ഫോർ മെയിൻ്റനൻസ് എന്നുവെച്ചാൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉള്ള വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവർ. കർമ്മസു ഇൻ ഡിസ്ചാർജിങ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന. യുക്ത റെഗുലേറ്റഡ് അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ടുള്ള. സ്വപ്ന അവബോധസ്യ റെഗുലേറ്റഡ് സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ്. സ്വപ്ന അവബോധസ്യ എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായിട്ടുള്ള നിദ്ര, ഉറക്കം, കൃത്യസമയത്ത് ഉണരുക. യോഗ പ്രാക്ടീസ് ഓഫ് യോഗ. ഭവതി യോഗ എന്ന് പറഞ്ഞാൽ യോഗം അനുഷ്ഠിക്കുന്ന. ഭവതി ബിക്കംസ് ആയിത്തീരുന്നു. ദുഃഖ ഡിമിനിഷിങ് പെയിൻസ്. ദുഃഖ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദനകളെ ഇല്ലാതെയാക്കും. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഹി ഹു ഈസ് ടെമ്പറേറ്റ് ഇൻ ഹിസ് ഹാബിറ്റ്സ് ഓഫ് ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, വർക്കിംഗ് ആൻഡ് റിക്രിയേഷൻ ക്യാൻ മിറ്റിഗേറ്റ് ഓൾ മെറ്റീരിയൽ പെയിൻസ് ബൈ പ്രാക്ടീസിങ് ദ യോഗ സിസ്റ്റം. ആഹാരം, നിദ്ര, സ്ലീപ്പിംഗ്, പിന്നെ എന്താണ്? ശരീരപാലനത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവൻ. പിന്നെന്താണ്? മൈഥുനം അല്ലെങ്കിൽ റിക്രിയേഷൻ ക്യാൻ മിറ്റിഗേറ്റ് ഓൾ മെറ്റീരിയൽ പെയിൻസ് ബൈ പ്രാക്ടീസിങ് ദ യോഗ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ആഹാര, നിദ്ര, ഭയ, മൈഥുനം, ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഈ 4 കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നെല്ലാം വിമുക്തി നേടാൻ കഴിയും യോഗ പരിശീലിക്കുന്നതിലൂടെ. അപ്പം എന്താണ്? ഈ ആഹാരം, നിദ്ര, അപ്പോൾ എന്താണ്? ഇണചേരുക, പിന്നെന്താണ്? ആവശ്യത്തിന് മാത്രമുള്ള
ശരീരപാലനത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെടുക, ഇങ്ങനെ തൻ്റെ പ്രവൃത്തികളെ പരിമിതപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്താണ് ഇങ്ങനെ ഈ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് യോഗ പരിശീലിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും തൻ്റെ ഭൗതിക ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് തീർച്ചയായിട്ടും അറുതി വരുത്തുവാൻ സാധിക്കുന്നതാണ്. Extravagance in the matter of eating, sleeping, defending and mating which demands of the body can block advancement in the practice of yoga. അപ്പോൾ യോഗ പരിശീലനത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നമ്മുടെ മുന്നിലെ തടസ്സം സൃഷ്ടിക്കുന്ന കാര്യമാണ് ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും അധികമായി കഴിഞ്ഞാൽ, ആവശ്യത്തിൽ അധികമായിട്ട് ഇതിലേതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആത്മസാക്ഷാത്കാരത്തിന് അതൊരു തടസ്സമായിട്ട് മാറും. എന്തൊക്കെയാണ്? ഈറ്റിംഗ്, ആഹാരം, സ്ലീപ്പിംഗ്, ഡിഫെൻഡിങ്, ഉറക്കം. ആഹാരം അധികമായാൽ നമുക്ക് യോഗ പരിശീലനത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുന്നതല്ല. അതുപോലെ ഉറക്കം അധികമാണ് എങ്കിൽ കൂടി, ഉറക്കത്തെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി, അധികമായി ഉറങ്ങുന്നവരാണ് എങ്കിൽ കൂടി എന്താണ് യോഗ പരിശീലനത്തിൻ്റെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നതല്ല. ഡിഫെൻഡിങ്, പ്രതിരോധം, അത് ശരീരപാലനത്തിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. മേറ്റിംഗ് ഇണചേരുക. ഇനി ഈ ഓരോന്നും എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്, അതാണ് അടുത്തത് പറയുന്നത്. As far as eating is concerned, it can be regulated only when one is practiced to take and accept prasadam, sanctified food. അപ്പോൾ ആഹാരത്തെ നമുക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റുന്നത്? നമ്മളുടെ ആഹാരക്രമത്തെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? അത് നമ്മൾ കൃഷ്ണന് നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നതിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ആവശ്യത്തിന് ശരീരപാലനത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിച്ചേ പറ്റുള്ളൂ, അത് അധികമാകാനും പാടുള്ളതല്ല. അപ്പോൾ അതെങ്ങനെയാണ് ആഹാരം സ്വീകരിക്കുന്ന രീതി നമുക്ക് ആത്മീയ സാക്ഷാത്കാരത്തിന് നമ്മളെ സഹായിക്കുന്നത്? എങ്ങനെയാണ്? അത് കൃഷ്ണനെ നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നതിലൂടെയാണ്. ഭഗവത്ഗീത 9:26 ശ്ലോകം പറയുന്നത് പ്രകാരം വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, മിൽക്ക് എക്സെട്ര. അപ്പം എന്താണ്? പുഷ്പങ്ങൾ, പച്ചക്കറികൾ, വെജിറ്റബിൾസ് പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഫലങ്ങൾ, ഗ്രെയിൻസ് ധാന്യങ്ങൾ, മിൽക്ക് പാല്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കൃഷ്ണന് നിവേദിച്ചതിന് ശേഷം നമ്മൾ ഭക്ഷിക്കുക. അങ്ങനെ നമുക്ക് നമ്മളുടെ ആഹാര രീതിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. In this way, a person in Krishna consciousness becomes automatically trained not to accept food not meant for human consumption or which is not in the category of goodness. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി സാത്വികമായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം, വെജിറ്റബിൾസ് പച്ചക്കറികൾ, ഫലങ്ങൾ, പൂക്കൾ, അപ്പോൾ ഇതൊക്കെയാണ് പാലുൽപ്പന്നങ്ങൾ, ഇതൊക്കെ എന്താണ്? ധാന്യങ്ങൾ. ഇതൊക്കെ എന്താണ്? സാത്വികമായിട്ടുള്ള ഗുണം നമ്മളിൽ ഉണർത്തുന്ന തരത്തിലുള്ള, സാത്വികമായിട്ടുള്ള ഊർജം നമ്മളിൽ ഉണർത്തുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഈ തരത്തിൽ പ്രസാദം ഭക്ഷിക്കുന്നത് ശീലിക്കുന്നതിലൂടെ, ഈ തരത്തിൽ നമ്മളുടെ ആഹാരത്തെ നിയന്ത്രിക്കുന്നതിലൂടെ കൃഷ്ണ ഭക്തിയിലുള്ള ഒരു വ്യക്തി സാത്വിക ഗുണത്തിൽ ഉള്ള ഭക്ഷണങ്ങളല്ലാതെ വേറൊന്നും കഴിക്കുന്നില്ല എന്നുള്ളതിന് ആ ഒരു രീതിയിൽ പരിശീലനം നേടുന്നു എന്നാണ് പറയുന്നത്. As far as sleeping is concerned, a Krishna conscious person is always alert in the discharge of his duties in Krishna consciousness, and therefore any unnecessary time spent sleeping is considered a great loss. ഇനി നിദ്ര, ഉറക്കത്തിൻ്റെ കാര്യം എടുക്കുക. ഉറക്കത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കൃഷ്ണ സേവയിലായിരിക്കും. അപ്പം എന്താണ്? കൃഷ്ണന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൃഷ്ണൻ്റെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കൃഷ്ണ ഭക്തൻ എന്ന് പറയുന്നത്. അപ്പം
അപ്പോൾ കൃത്യസമയത്ത് ഭഗവാനെ ഉണർത്തുക, ഭഗവാന് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുക, കൃഷ്ണനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുക, വസ്ത്രാലങ്കാരം നടത്തുക, അങ്ങനെ അമ്പലത്തിൻ്റെതായിട്ടുള്ള കൃഷ്ണൻ്റെ ക്ഷേത്രത്തെ പരിപാലിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ചിട്ടയോട് കൂടിയിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു സമയക്രമമുണ്ട്. കൃഷ്ണൻ്റെ സേവനം നടത്തുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയക്രമം ഓരോ ഭക്തനും പാലിക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു സമയക്രമത്തെ പറ്റിയിട്ട് എപ്പോഴും ഭക്തൻ ബോധവാനായിരിക്കും. അതുകൊണ്ട് തന്നെ അധികമായിട്ട് ഒരു കൃഷ്ണ ഭക്തൻ ഉറങ്ങാറില്ല എന്നുള്ളതാണ്. ഒരു ദിവസത്തിൽ 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറിൽ കൂടുതൽ, ഒരു 6 മണിക്കൂറിൽ കൂടുതൽ ഒരു കൃഷ്ണ ഭക്തൻ ഉറങ്ങാറില്ല എന്നുള്ളതാണ്. ശ്രീല പ്രഭുപാദരൊക്കെ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം ഉറങ്ങിയിരുന്നത്. ബാക്കിയുള്ള മുഴുവൻ സമയവും കൃഷ്ണ സേവന പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെട്ടിരുന്ന മഹാഭക്തന്മാരാണ് അവരൊക്കെ. അപ്പം എത്രത്തോളം അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു കൃഷ്ണൻ്റെ സഹായത്തോടു കൂടിയിട്ട്, കൃഷ്ണ ഭക്തിയിലൂടെ എത്രത്തോളം അവർക്ക് അവരുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. എത്രത്തോളം ധീരന്മാരായിരുന്നു അവരൊക്കെ എന്ന് നമ്മൾ ചിന്തിക്കണം. Therefore, his sleeping is kept to a minimum. His ideal in this respect is ശ്രീല രൂപ ഗോസ്വാമി. ശ്രീല രൂപ ഗോസ്വാമിയുടെ ഉദാഹരണം പറയാണ്. His ideal in this respect is Srila Rupa Goswami, who was always engaged in the service of Krishna and who could not sleep more than 2 hours a day. അപ്പോൾ ശ്രീല രൂപ ഗോസ്വാമിയുടെ കാര്യം ഇവിടെ പറയാണ്. അദ്ദേഹം ദിവസവും 2 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അടുത്തത് പറയുന്നത് ഹരിദാസ് ഠാക്കൂറിന്റെ കാര്യമാണ്. ഹരിദാസ് would not even accept prasadam nor even sleep for a moment without finishing his daily routine of chanting with his beads 300,000 times. 300,000 times എന്ന് പറഞ്ഞാൽ 3 ലക്ഷം തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം തൻ്റെ ജപമാലയിൽ ജപിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഹരിദാസ് ഠാക്കൂർ എത്രത്തോളം ഹരിനാമത്തോട് അറ്റാച്ച്ഡ് ആയിരുന്നു, എത്രത്തോളം ഹരിനാമത്തോട് ആസക്തി ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു, ഭക്തനായിരുന്നു ഹരിദാസ് ഠാക്കൂർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നമ്മൾ മഹാമന്ത്രം ജപം ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് കൃഷ്ണനുമായിട്ട് സംഘം ഉണ്ടാവുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് സംഘം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ ഗുണങ്ങൾ നമ്മളിൽ പ്രകടമാകാൻ തുടങ്ങും കുറേ നാൾ കഴിയുമ്പോൾ, അല്ലേ? അതുപോലെ കൃഷ്ണനുമായിട്ട് നമ്മളിങ്ങനെ ജപത്തിലൂടെ സംഘത്തിലായിരിക്കുമ്പോൾ, കൃഷ്ണനുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, കൃഷ്ണൻ്റെ ആ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ജപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീ കൃഷ്ണദാസ കവരാജ, ദ ഓഥർ ഓഫ് ചൈതന്യ ചരിതാമൃത, സേസ് ദാറ്റ് ഓൾ ഗുഡ് ക്വാളിറ്റീസ് ബിക്കം മാനിഫെസ്റ്റ് ഇൻ ദ ബോഡി ഓഫ് എ വൈഷ്ണവ and that only by the presence of these good qualities can one distinguish a Vaishnava from a non-Vaishnava. എല്ലാ നല്ല ഗുണങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ, ഏതൊരു വ്യക്തിയിലും നമ്മൾ ഇഷ്ടപ്പെടുന്നത് ചില നല്ല ഗുണങ്ങളാണ്, അല്ലേ? ആ വ്യക്തിയല്ല, ശരിക്കും ആ ഗുണങ്ങളെയാണ്. വി ആർ അട്രാക്റ്റഡ് ടു ദ ക്വാളിറ്റീസ് ഓഫ് ദ പേഴ്സൺ, അല്ലേ? അതിന് കാരണം എന്താണ്? ആ ഗുണങ്ങൾ കൃഷ്ണനിലുള്ളത് കൊണ്ടാണ്. നമുക്ക് കൃഷ്ണനെ ഇഷ്ടമുള്ളത് കൊണ്ട്, കൃഷ്ണനോട് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് ഒരു വ്യക്തിയിലെ നല്ല ഗുണങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ വ്യക്തിയിൽ അട്രാക്റ്റഡ് ആകുന്നത്. ആക്ച്വലി വി ആർ അട്രാക്റ്റഡ് ടു കൃഷ്ണ only because the qualities of Krishna is present in the person, we are getting the attraction to that person also. അത് കാരണം ആ സമയത്ത് നമുക്ക് കൃഷ്ണൻ്റെ ഗുണങ്ങളാണ്, ആ ഗുണങ്ങൾ നമ്മൾ ഓർമ്മ വരികയാണ്, ആ ഗുണങ്ങളെയാണ് നമ്മൾ ശരിക്കും ഇഷ്ടപ്പെടുന്നത് ഒരു വ്യക്തിയിൽ. അപ്പോൾ കൃഷ്ണൻ്റെ ഒരു ഭക്തനിൽ, ആ കൃഷ്ണ ഭക്തനെയാണ് അവരുടെ വൈഷ്ണവൻ എന്ന് പറയുന്നത്. ആ ഒരു വൈഷ്ണവനെ ഒരു അഭക്തനിൽ നിന്നും എല്ലാവരും, എല്ലാ ജീവാത്മാക്കളും എന്താണ്, കൃഷ്ണൻ്റെ ഭാഗമാണ്, കൃഷ്ണൻ്റെ ഭഗവത്ഗീത 15:7 മമൈവാംശോ ജീവലോകേ.
അധികം ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ദ്രിയ ആസ്വാദനത്തിൻ്റെ പിറകിലായിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൃഷ്ണനെ മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ കൃഷ്ണനെ മറന്നു പോയിരിക്കുകയാണ്. കൃഷ്ണനെ പറ്റിയിട്ടുള്ള സ്മരണ തന്നെ പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ് നമ്മളുടെ പാപങ്ങൾ കൊണ്ട്, ഇന്ദ്രിയ ആസ്വാദന പ്രവണത. ഇത് ഭഗവത്ഗീത 6-ാമത് അധ്യായം 2-ാമത് ശ്ലോകമാണ്. വാട്ട് ഈസ് കോൾഡ് റിനൗൺസിയേഷൻ യു ഷുഡ് നോ to be the same as yoga, or linking oneself with the supreme. O son of Pandu, for one can never become a yogi unless he renounces the desire for sense gratification. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ദ്രിയാസ്വാദനത്തിനുള്ള പ്രവണത ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ഭക്തൻ, ഒരു ശുദ്ധ ഭക്തൻ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഈ ഇന്ദ്രിയാസ്വാദന പ്രവണത കൂടുതലുള്ളവരെയാണ് നമ്മൾ അഭക്തന്മാരായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു ശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൃഷ്ണസ്മരണയിലായിരിക്കും. ആ കൃഷ്ണ പ്രേമം അത് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം ശുദ്ധീകരണം നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കൃഷ്ണഭക്തൻ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ആ ശുദ്ധ ഭക്തി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? എങ്ങനെയാണ് നമുക്ക് ആ ശുദ്ധീകരണം കിട്ടുന്നത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ശരിക്കും കൃഷ്ണൻ അവിടെ നമ്മുടെ നാവിൽ അവതരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ സംഘം അവിടെ ഉണ്ടാവുകയാണ്. എത്രത്തോളം നമ്മൾ ജപം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ശുദ്ധീകരണം സംഭവിക്കുന്നു. അങ്ങനെ നമുക്ക് നമ്മളിൽ കൃഷ്ണൻ്റെ ഗുണങ്ങളുണ്ടാകുന്നു. ഈ അധമമായിട്ടുള്ള ഗുണങ്ങളെല്ലാം നമ്മളിലുള്ളതിൻ്റെ കാരണം എന്താണ്? നമ്മൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കുന്നു. അതുകൊണ്ടാണ് എത്രത്തോളം നമ്മൾ ഇന്ദ്രിയ ആസ്വാദനത്തിൽ മുഴുകുന്നു അത്രത്തോളം നമ്മളിൽ നല്ല ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകില്ല. നമ്മളിൽ കൃഷ്ണൻ്റെ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകില്ല. നല്ല ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മാവിൻ്റെ ശരിയായിട്ടുള്ള ഗുണങ്ങൾ നമ്മളിൽ പ്രകടമാകുന്നത് എപ്പോഴാണ്? നമുക്ക് കൃഷ്ണനുമായിട്ട് സംഘം ഉണ്ടാകുമ്പോഴാണ്. ഇവിടെ പറയുന്നത് കണ്ടോ, 26 ഗുണങ്ങളാണ് ഒരു വൈഷ്ണവൻ്റെ അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ, കൃഷ്ണനുമായി സംഘമുള്ള ഒരു ആത്മാവിൻ്റെ ഗുണങ്ങൾ പറയുന്നത്. 1, ഹീ ഈസ് കൈൻഡ് ടു എവരി വൺ, എല്ലാവരോടും ദയയുള്ളവനാണ്. ഹി ഡസ് നോട്ട് മേക്ക് എനി വൺ ഹിസ് എനിമിയോ, ആരെയും ശത്രുവായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ആരോടും അസൂയയില്ല. എല്ലാ ആത്മാക്കളും കൃഷ്ണൻ അവരിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. 3, ഹീ ഈസ് ട്രൂത്ത്ഫുൾ, അവൻ സത്യവാനാണ്, സത്യം മാത്രമാണ് പറയുന്നത്. ഹീ ഈസ് ഈക്വൽ ടു എവരി വൺ, 4, എല്ലാവരെയും തുല്യമായി കാണുന്നു. 5, നോ വൺ ക്യാൻ ഫൈൻഡ് എനി ഫോൾട്ട് ഇൻ ഹിം, ഭൗതികമായിട്ടുള്ള യാതൊരു കുറ്റങ്ങളും ആ വ്യക്തിയിൽ കാണാൻ പറ്റുന്നതല്ല. 6, ഹീ ഈസ് മാഗ്നാനിമസ്, അവൻ ഉദാരമതിയാണ്. 7, ഹീ ഈസ് മൈൽഡ്, വളരെ ശാന്തനാണ്. ഹീ ഈസ് ഓൾവേസ് ക്ലീൻ, ശുചിയായിട്ടുള്ളവനാണ്. ഹീ ഈസ് വിത്തൗട്ട് പൊസഷൻസ്, അവന് ഒന്നിനോടും ആസക്തിയില്ല. ഹി വർക്ക്സ് ഫോർ എവരി വൺസ് ബെനിഫിറ്റ്, എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. 11, ഹി ഈസ് വെരി പീസ്ഫുൾ, വളരെ ശാന്തപ്രകൃതിയാണ്. 12, ഹി ഈസ് ഓൾവേസ് സറണ്ടേഡ് ടു കൃഷ്ണ, കൃഷ്ണൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു. കൃഷ്ണന് എന്താണോ അങ്ങനെയാകട്ടെ, ആ ഒരു മനോഭാവത്തോടു കൂടി ജീവിക്കുന്നു. 13, ഹി ഹാസ് നോ മെറ്റീരിയൽ ഡിസൈർസ്, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള പ്രവണതകൾ യാതൊന്നും തന്നെ ശുദ്ധ ഭക്തനിൽ കാണാൻ പറ്റുന്നതല്ല. 14, ഹീ ഈസ് വെരി മേക്ക്, വളരെ വിനയാന്യുതനാണ്, വിനയമുള്ളവനാണ്. 15, ഹീ ഈസ് സ്റ്റഡി, നിശ്ചയദാർഢ്യമുള്ളവനാണ്. 16, ഹീ കൺട്രോൾസ് ഹിസ് സെൻസസ്, ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യാൻ സാധിക്കുന്നവനാണ്. 17, ഹീ ഡസ് നോട്ട് ഈറ്റ് മോർ ദാൻ റിക്വയർഡ്, ആവശ്യത്തിലധികം അദ്ദേഹം ഭക്ഷിക്കാറില്ല. ഹീ ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലോഡ്സ് ഇല്യൂഷറി എനർജി, മായാശക്തി അദ്ദേഹത്തിൽ പ്രകടമാകുന്നില്ല. 19, ഹി ഓഫേഴ്സ് റെസ്പെക്ട് ടു എവരി വൺ, എല്ലാവരോടും അദ്ദേഹം ബഹുമാനം പുലർത്തുന്നു. 20, ഹി ഡസ് നോട്ട് ഡിസയർ എനി റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്, അദ്ദേഹത്തിന് എന്താണ് ആരെങ്കിലും തന്നെ ബഹുമാനിക്കണമെന്നുള്ള ആഗ്രഹമേ ഇല്ല. 21, ഹി ഈസ് വെരി ഗ്രേവ്, വളരെ ഗൗരവമുള്ളവനാണ്, എന്ന് വെച്ചാൽ മൗനിയാണ്. അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതല്ല. 22, ഹി ഈസ് മെർസിഫുൾ, വളരെ ദയാലുവാണ്. 23, ഹീ ഈസ് വെരി ഫ്രണ്ട്ലി, വളരെ സൗഹൃദപരമായി പെരുമാറുന്നവനാണ്. ഹീ ഈസ് പൊയറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കവി ഹൃദയമുള്ളവനാണ്. എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം വളരെ നിപുണനായിരിക്കും. ഹീ ഈസ് എക്സ്പേർട്ട്. 26, ഹീ ഈസ് സൈലൻറ്റ് എന്ന് പറഞ്ഞാൽ ഭൗതിക വിഷയങ്ങളൊന്നും തന്നെ
അങ്ങനെ കൃഷ്ണനുമായി ബന്ധമുള്ള ഒരു വ്യക്തി സംസാരിക്കാറില്ല. അദ്ദേഹം സംസാരിക്കുന്നതെല്ലാം കൃഷ്ണനെ പറ്റിയിട്ട് മാത്രമായിരിക്കും. As far as work is concerned, a Krishna conscious person does not do anything which is not connected with Krishna's interest, and thus his work is always regulated and is untainted by sense gratification. പിന്നെന്താണ്, കൃഷ്ണ ഭക്തിയിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കൃഷ്ണാവബോധവാനായിട്ടുള്ള ഒരു വ്യക്തി കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ സാധാരണക്കാരിൽ കാണുന്നത് പോലെ സാധാരണ ജോലി ചെയ്യും. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമുക്ക് കണ്ടെത്തുക, അതിന് വേണ്ടിയിട്ടാണ് അല്ലേ? നല്ല ഒരുപാട് പണം ഉണ്ടാക്കുക, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക, ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കുക അല്ലേ? ആവശ്യത്തിൽ കൂടുതൽ ഇണചേരുന്നതിനുള്ള സൗകര്യം കണ്ടെത്തുക. പിന്നെന്താണ്, നമ്മുടെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയിട്ട് പ്രതിരോധം സൃഷ്ടിക്കുക, മറ്റുള്ളവരുമായിട്ട് മത്സരിക്കുക അല്ലേ? ഫൈറ്റ് ചെയ്യുക, യുദ്ധം ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ദ്രിയ ആസ്വാദനത്തിൽ മാത്രം തൽപരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും. എന്നാൽ ഒരു കൃഷ്ണഭക്തന്റെ എല്ലാ പ്രവർത്തനങ്ങളും തൻ്റെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയിട്ട് ഉള്ളത് അല്ല. തൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. Since there is no question of sense gratification, there is no material leisure for a person in Krishna consciousness. അപ്പോൾ എന്താണ്, ഇന്ദ്രിയാസ്വാദനത്തിൽ ഒരു സമയവും കൃഷ്ണഭക്തൻ മുഴുകുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളിലും കൃഷ്ണഭക്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇൻവോൾവ് ആകുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ബിക്കോസ് ഹീ ഈസ് റെഗുലേറ്റഡ് ഇൻ ഓൾ ഹിസ് വർക്ക്, സ്പീച്ച്, സ്ലീപ്പ്, wakefulness ആൻഡ് ഓൾ അതർ ബോഡിലി ആക്ടിവിറ്റീസ്, there is no material misery for him. അങ്ങനെ കൃഷ്ണഭക്തി സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആഹാരം കൃഷ്ണപ്രസാദം കഴിക്കുന്നതിലൂടെ നിയന്ത്രിക്കപ്പെടുന്നു. നിദ്ര, കൃഷ്ണന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് എപ്പോഴും ബോധവാനായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം അധികമായിട്ട് ഉറങ്ങാറില്ല. പിന്നെ എന്താണ്, ആവശ്യത്തിന് സ്വന്തം ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയിട്ട് അല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, കൃഷ്ണന്റെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയിട്ട് മാത്രം, കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഒരു കൃഷ്ണഭക്തൻ ഏർപ്പെടുന്നില്ല. ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ ഒരു തരത്തിലും അങ്ങനെയുള്ള ഒരു കൃഷ്ണഭക്തനെ ബാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ പ്രസാദം ഭക്ഷിക്കുന്നതിൻ്റെ ആ ഒരു ആവശ്യകതയെ പറ്റിയിട്ട് പറഞ്ഞു. നമുക്ക് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കണമെങ്കിൽ, ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധിക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്താണ്? ആഹാരത്തെ നിയന്ത്രിക്കുക, കഴിക്കുന്ന ആഹാരം. അപ്പോൾ നമ്മളെ കൃഷ്ണഭക്തന്മാർ, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ഭക്തന്മാർ ശ്രീല പ്രഭുപാദരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ ഉള്ളി, വെളുത്തുള്ളി ഇവ ഒഴിവാക്കിയിട്ടുള്ള കൂണ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സസ്യഭക്ഷണത്തിൽ തന്നെ താമസികമായിട്ടുള്ള ഗുണം നമ്മളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സസ്യഭക്ഷണങ്ങൾ കൂടിയിട്ട് ഒഴിവാക്കിയിട്ട് ആണ് നമ്മൾ കൃഷ്ണന് വേണ്ടിയിട്ട് ഭക്ഷണം തന്നെ പാചകം ചെയ്യുന്നത്. പച്ചക്കറികൾ തന്നെ നമ്മൾ പാചകം ചെയ്തത്. അങ്ങനെ പാചകം ചെയ്തിട്ട് കൃഷ്ണനെ നിവേദിച്ചിട്ട് ആ പ്രസാദമാണ് കൃഷ്ണഭക്തന്മാർ ഭക്ഷിക്കുന്നത്. അതാണ് ഭക്തിയോഗയിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ആഹാരം നമ്മൾ നിയന്ത്രിക്കുന്നത് അങ്ങനെ കൃഷ്ണ പ്രസാദത്തിലൂടെ മാത്രമാണ്. പിന്നെന്താണ്, നമ്മൾ ചായ, കോഫി അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇങ്ങനെയൊക്കെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും നമ്മൾ ഉപയോഗിക്കാറില്ല. ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിൽ താമസികമായിട്ടുള്ള ഗുണങ്ങളെ ഉണർത്തുന്ന തരത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളാണ് ലഹരി അടങ്ങിയിട്ടുള്ളതിൽ ഉള്ളത്. തേയിലയുടെ ഇലകളുണ്ടല്ലോ, അതിലൊക്കെ എന്താണ് ലഹരി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. അതാണ് നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കുന്നത്. പക്ഷെ ആ ഉത്തേജിപ്പിക്കുമ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിനനുസരിച്ചിട്ട് നമ്മളുടെ ബുദ്ധിയൊക്കെ മന്ദഗതിയിലാവുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം നമ്മളത് എടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മളുടെ ബുദ്ധിയൊക്കെ നശിക്കുകയാണ് ചെയ്യുന്നത്.
തേയില, ചോക്ലേറ്റ് ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. പിന്നെ എന്താണ്, ഡ്രഗ്സ്. അപ്പോൾ എന്താണ്, ഈ സിഗരറ്റ്, മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയൊക്കെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താണ്, നമുക്ക് വിവേകമോ ബുദ്ധിയോ ഒന്നും ഉണ്ടാകില്ല. ഈ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മളുടെ ശരീരത്തിന് തന്നെ ഒരു പ്രയോജനവും ഉള്ളതല്ല. പിന്നെ നമ്മളുടെ മനസ്സിന്റെ കാര്യം പറയണോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് എന്താണ്, ഏത് ഗുണത്തിലുള്ള ഭക്ഷണമാണോ അതിനനുസരിച്ച് നമ്മളുടെ അവബോധവും മാറും. അതല്ലേ ഇപ്പൊ നമ്മളുടെ റീസെന്റ് ആയിട്ടുള്ള ആനുകാലികമായിട്ടുള്ള വാർത്തകളിലൊക്കെ എന്താണ് നമ്മൾ കാണുന്നത്, യുവതലമുറയൊക്കെ എന്താണ് ലഹരിക്ക് അടിമയായിട്ട് മനുഷ്യത്വമേ ഇല്ലാത്ത തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായിട്ട് നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ട്. ഈ അടുത്ത ഏതാണ് ഒരു നഴ്സിംഗ് കോളേജിലൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങൾ. എത്രത്തോളം അരാജകത്വം നിറഞ്ഞ ഒരു സമൂഹമാണ് ഇവിടെ വളരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഈ സമൂഹം ഇത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സമാധാനമായിട്ട് സാധാരണ ഒരു ജീവിതം പോലും, ഒരു സാധാരണ നിലയിൽ ജീവിക്കാൻ പോലും ആ കുട്ടിയൊക്കെ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ കുട്ടി അത്രത്തോളം ശിക്ഷകൾ അനുഭവിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ഒരു മനുഷ്യന്റെ തലത്തിലുള്ള വ്യക്തികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കാഴ്ചയാണ് ആ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടത്. എന്താണ്, അല്പം മനുഷ്യനായിട്ട് ചിന്തിക്കുന്ന ഒരു ഇത്രത്തോളം. അപ്പോൾ ആ ചെറിയ കുട്ടികളുടെ അവബോധ തലം, ആ മനസ്സൊക്കെ എത്രത്തോളം അധപ്പതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സമൂഹമാണ്, പുതിയ തലമുറയാണ്. അപ്പോൾ ഇവരൊക്കെ കുറച്ച് കാലം, ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ, മനുഷ്യ ശരീരം കിട്ടുമ്പോൾ, മനുഷ്യ ശരീരം ലഭിക്കുമ്പോൾ തന്നെ അതിനൊരു ഉദ്ദേശമുണ്ട് അല്ലേ. മനുഷ്യന്റെ ശരീരം നമ്മൾക്ക് കിട്ടുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ആത്മാവിന് തൻ്റെ മനുഷ്യ ശരീരം കിട്ടുന്നത്. അങ്ങനെയല്ല എങ്കിൽ ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ ഇനിയൊരു ജന്മമില്ലാത്തൊരവസ്ഥ, നമ്മളുടെ ആത്മാവിൻ്റെ ശരിയായിട്ടുള്ള സ്ഥാനം, നമുക്കും കൃഷ്ണനും നമുക്കും പരമാത്മാവിനും തമ്മിലുള്ള, നമ്മളുടെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള സനാതനമായിട്ടുള്ള അല്ലെങ്കിൽ അനശ്വരമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ ഒരു മനുഷ്യ ശരീരം ഉപയോഗിക്കുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഇന്ദ്രിയാസ്വാദനം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുക. ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റു മനുഷ്യരെന്ന് മാത്രമല്ല മറ്റു ജീവജാലങ്ങളെ കൂടി നശിപ്പിച്ചിട്ട് എന്താണ്, മറ്റു ജീവശരീരങ്ങളിലുള്ള ആത്മാക്കൾക്ക് കൂടി ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട്, മുന്നേയുള്ള കാലങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അധികമായിട്ട് ഉപദ്രവിക്കുന്നത് എന്തിനെയായിരുന്നു, മറ്റ് ജന്തുക്കളെ ആയിരുന്നു എന്ന് പറയാം. ഇപ്പൊ എന്താണ്, മനുഷ്യനെ തന്നെ ഒരു പരിഗണനയും ഇല്ലാതെ, ഞാൻ ജീവിച്ചിരിക്കുന്ന, എൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ഒരു ശരീരം പോലെ നമ്മൾ അടുത്തൊരു മനുഷ്യനെ കാണാൻ പറ്റാത്ത, അങ്ങനെ കാണുന്നതിനുള്ള അത്രത്തോളം താമസികമായിട്ടുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ ആ ഒരു അവബോധ തലത്തിലേക്ക് സമൂഹം അധപ്പതിച്ചിരിക്കുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹം. സാധാരണ ജീവിതത്തിലെങ്കിലും നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കുന്നതിന് എന്താണ്, ഈ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റുകയുള്ളൂ. മനുഷ്യനായിട്ട് ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കുക. മനുഷ്യ ജീവിതത്തെ പറ്റിയിട്ടുള്ള ലക്ഷ്യത്തെ, മനുഷ്യ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനാവുക. മനുഷ്യ ജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇനിയൊരു ജന്മം, ഇനിയൊരു ജീവശരീരത്തിലേക്ക് എൻ്റെ ആത്മാവ് പോകരുത്,
അതിനു വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, അത് ആ പ്രവൃത്തികളിൽ മാത്രം ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യന്റെ ശരീരം. അല്ലാതെ എങ്ങനെയാണ് എൻ്റെ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കാൻ സാധിക്കുന്നത്? റിസൾട്ട്, ഫലം, എത്രത്തോളം നമ്മൾ ഇന്ദ്രിയാസ്വാദനത്തിൽ ഏർപ്പെടുന്നുവോ അത്രത്തോളം നമ്മൾ യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഒന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? ആഹാരം. ഒരു 20 വർഷം നമ്മളങ്ങ് ഭയങ്കരമായിട്ട് നമ്മളുടെ നാവിന് ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കുകയാണെങ്കിൽ അടുത്തൊരു 20 വർഷം എന്താണ് പല പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഉദാഹരണമാണ്, ഇന്ദ്രിയാസ്വാദനത്തിന്റെ ചെറിയൊരു ഉദാഹരണമാണ്. എന്തെല്ലാം തരത്തിലുള്ള വ്യാധികളാണ്, എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് നമ്മളുടെ ശരീരത്തിൽ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നത്. എത്രത്തോളം നമ്മൾ യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു. നമ്മളുടെ ശരീരം മാത്രമല്ല, നമ്മളുടെ മനസ്സിനും അല്ലേ, നമ്മളുടെ ബുദ്ധിക്കും ഒക്കെ എല്ലാത്തിനും നാശം സംഭവിക്കുന്നു. നമ്മളുടെ മനസ്സിന്റെ തന്നെ ആരോഗ്യം നശിച്ചു പോകുന്നു. അപ്പം എത്രത്തോളം നമ്മൾ ഇന്ദ്രിയാസ്വാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവോ അത്രത്തോളം നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഒരു സാത്വികമായിട്ടുള്ള ഒരു അവബോധ തലത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള അവസരം നമുക്ക് ഇല്ലാതെ പോകുന്നു. താമസികമായിട്ടുള്ള രാജസികമായിട്ടുള്ള ഗുണങ്ങൾ നമ്മളുടെ മനസ്സിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. ആ ഒരു അവബോധം വളരുന്നതിൻ്റെ ഫലമായിട്ട് ഈ സമൂഹം തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര അപകടം നിറഞ്ഞ ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സാധാരണ ജീവിതത്തിൽ സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കുന്നതിനെ ആയിട്ടെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും ഈ തരത്തിലുള്ള നിയമങ്ങളും നമ്മൾ പാലിക്കണം. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പരിശീലിക്കണം. എത്രത്തോളം നമ്മൾ ഇന്ദ്രിയാസ്വാദനത്തിലായിരിക്കുന്നു അത്രത്തോളം നമ്മളുടെ ജീവിതം ദുഃഖപൂർണമായി തീരുകയാണ്. അതിനൊക്കെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ പ്രസാദമാണ് നമ്മൾ ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ, പ്രസാദം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ പറയുന്ന കുറച്ച് മന്ത്രങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ അർത്ഥമാണ് ഭൈരേ ശരീര അഭിദ്യാജൽ ജ്യോതേന്ദ്രിയ തഹേകാൽ ജീവേ ഭേലെ വിഷയ സാഗോരെ താരാമാധ്യേ ജിഹ്വ ആദി ലോഭമോയ് സുദുർമാദി താഗേ ജേദ കഠിന സംസാരെ കൃഷ്ണ ബാരോ ദയാമോയ് കൊരി ബാരെ ജിഹ്വ സ്വപ്രസാദ് അന്ന ദിലോഭ സേ അനാമൃത പാവോ രാധാകൃഷ്ണ ഗുണഗാവോ പ്രേമേ ദേഖോ ചൈതന്യ നിതായ. ആദ്യത്തെ 4 വരിയുടെ അർത്ഥം, ഭൈരേ ശരീര അഭിദ്യാജൽ ജ്യോതേന്ദ്രിയ ഭൈരേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ബംഗാളിയാണ് കേട്ടോ, ബംഗാളി ഭാഷയാണ്. അപ്പൊ അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഭൈരേ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരങ്ങളെ, ഓ ബ്രദേഴ്സ്, സഹോദരങ്ങളെ. ശരീര അഭിദ്യ ജാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം. അഭിദ്യ എന്ന് പറഞ്ഞാൽ അവിദ്യ, ഇഗ്നോറൻസ്, താമസിക ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശരീരം എന്താണ്? താമസികമാണ്. നെറ്റ്വർക്ക് ഓഫ് ദിസ് മെറ്റീരിയൽ ബോഡി ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഇഗ്നോറൻസ്. ഈ ഭൗതിക ശരീരം എന്ന് പറയുന്നത് എന്താണ്? അജ്ഞാന അന്ധകാരം, അജ്ഞാനം കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൗതിക ശരീരം അജ്ഞാനം കൊണ്ട് പൂർണ്ണമായിട്ടും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദ സെൻസസ് ആർ വൺസ് ഡെഡ്ലി എനിമീസ്. ജ്യോതേന്ദ്രിയ താഹേകാൽ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇന്ദ്രിയങ്ങളെല്ലാം ആൻഡ് ദ സെൻസസ് ആർ വൺസ് ഡെഡ്ലി എനിമീസ്. ഇന്ദ്രിയങ്ങളെല്ലാം എന്താണ്? ഒരുവനെ നാശത്തിലേക്ക് നയിക്കുന്ന ശത്രുക്കളാണ്. ഈ ഒരു അജ്ഞാനം കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഭൗതിക ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നവയാണ്. For they throw the soul into the ocean of material sense enjoyment. ജീവേ ഭേലെ വിഷയ സാഗോരെ. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവൻ, ഈ ആത്മാവിനെ ജീവേ ഭേലെ വിഷയ സാഗോരെ. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയാസ്വാദനം. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാസ്വാദനം. ഇന്ദ്രിയങ്ങള് നമ്മളുടെ ആത്മാവിനെ ഭൗതിക വിഷയങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള
ഭൗതിക വിഷയങ്ങൾ ആസ്വദിക്കാനുള്ള ആ ഒരു അജ്ഞാന സമുദ്രത്തിലേക്ക് തള്ളിവിടുന്നു എന്നാണ് പറയുന്നത്. ലോഭമോയ് സുധുർമാരെ താഗേ ജദ കഠിന സംസാരേ. Among these senses, ഈ ഇന്ദ്രിയങ്ങളില് ഏറ്റവും നിയന്ത്രിക്കുവാൻ പാടുള്ള എന്തിനെയാണ്? നമ്മളുടെ നാവിനെയാണ് എന്നാണ് പറയുന്നത്. ലോഭമോയ് സുധുർമാരി താഗേ ജദ കഠിന സംസാരേ. താരേ മധ്യേ ജിഹ്വാദി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇന്ദ്രിയങ്ങളിലെല്ലാം ജിഹ്വ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കോൺകർ ദ ടങ് ഇൻ ദിസ് വേൾഡ്. ഈ ഒരു ലോകത്തില് നാവിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ വിഷമമുള്ള കാര്യമാണ്. കൃഷ്ണ ബാരോ ദയാമോയ് കൊരി ബാരേ ജിഹ്വ ജോയ്. സഹോദരങ്ങളെ, ലോർഡ് കൃഷ്ണ ഇസ് വെരി മെർസിഫുൾ ആൻഡ് ഹാസ് ഗിവൻ us the remnants of his own food just to control the tongue. അപ്പോൾ നമ്മളെ നാവിനെ നിയന്ത്രിക്കുന്നതിന് ഭഗവാൻ കൃഷ്ണൻ വളരെ ദയാലുവാണ്. അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം അതെന്താണത്? പ്രസാദമാണ്. അപ്പോൾ അദ്ദേഹം ഭക്ഷിച്ചതിന്റെ ഭാഗം നമുക്ക് വേണ്ടി തരുന്നു, പ്രസാദമായിട്ട് തരുന്നു. നമ്മളുടെ നാവിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പ്രസാദത്തെ ഉപയോഗിക്കാൻ സാധിക്കും. സോ പ്രസാദ് അന്ന ദിലോഭായ്, അദ്ദേഹത്തിന്റെ പ്രസാദം നമുക്ക് തരുന്നു. സേ അനാമൃത പാവോ രാധാകൃഷ്ണ ഗുണഗാവോ പ്രമേ രഘോ ചൈതന്യനിതായ. Now please accept that nectar in Krishna Prasada and sing the glories of their lordship Sri Sri Radha Krishna and in love call out Chaitanya Nitaya. അപ്പോൾ എന്താണ്? നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രസാദം തന്നെ എന്താണ്? നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പാചകം ചെയ്യുക, അത് കൃഷ്ണനെ നിവേദിക്കുക, എന്നിട്ടത് ഭക്ഷിക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ജയ ശ്രീല പ്രഭുപാദ്.